നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ പിടിവാശിക്ക് മുന്നിൽ തോൽക്കാതെ ആശമാർ. ആശാവർക്കർമാരുടെ സഹന സമരം ഇന്ന് 100ാം നാളിലേക്ക്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരത്തിന് പുറമെ കേരളമാകെ സഞ്ചരിച്ചുള്ള രാപ്പകൽ സമരയാത്ര 16ാം ദിവസത്തിലേക്ക് കടന്നു. സർക്കാരിന്റെ പിടിവാശിക്കെതിരെ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന പോരാട്ടം കേരളത്തിലെ സമര ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. സർക്കാർ ആഘോഷത്തോടെ 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് ആശമാരുടെ അസാധാരണ സമരം 100 നാൾ പിന്നിടുന്നത്. IB ഉദ്യോഗസ്ഥയുടെ മരണം. സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് അപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയെ എതിർത്ത് തിരുവനന്തപുരം പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേർന്ന യുവതിയുടെ അമ്മയുടെ വാദവും കോടതി കേൾക്കും. പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റമാണ് സുഗാന്ത് സുരേഷിനെതിരെ ചുമത്തിയത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് പിന്നാലെ മുതൽ സുഗാന്ത് സുരേഷ് ഒളിവിലാണ്. കേസിൽ നിരപരാധിയാണെന്നും മരണത്തിൽ പങ്കില്ല എന്നുമാണ് സുഗാന്ത് സുരേഷിന്റെ വാദം. 4 വയസ്സുകാരിയുടെ മരണം. അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. BNS 103(1) വകുപ്പ് പ്രകാരമാണ് കേസ്. ചെങ്ങമനാട് പോലീസാണ് പുതിയ FIR രജിസ്റ്റർ ചെയ്തത്. കല്യാണിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ നടക്കും. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെത്തി. സന്ധ്യയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് ഭർത്തൃമാതാവ് രാജമ്മ പറഞ്ഞു. മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് ബന്ധുക്കൾ പറഞ്ഞതെന്നും കല്യാണിയുടെ മുത്തശ്ശി പറഞ്ഞു. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് കൊല്ലപ്പെട്ട 4 വയസ്സുകാരുടെ അച്ഛനും സഹോദരനും പറഞ്ഞു. മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന ആരോപണം തെറ്റാണെന്നും അമ്മ കുട്ടികളെ മുമ്പും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. രണ്ടര വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മയും കാമുകനും അറസ്റ്റിൽ. 30-കാരിയായ അമ്മയുടെ മുന്നിൽ വെച്ചാണ് കുട്ടിയെ 19-കാരനായ കാമുകൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. പീഡനത്തെ തുടർന്ന് കുട്ടിയെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് സംഭവം. ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്നും ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്നും ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പോക്സോ പ്രകാരം അമ്മയ്ക്കും കാമുകനുമെതിരെ പോലീസ് കേസെടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പേരൂർക്കടയിലെ മാല കാണാതായ സംഭവത്തിൽ തുടരന്വേഷണത്തിന് നിർദ്ദേശം. സ്വർണ്ണമാല കാണാതായ സംഭവത്തിൽ ദളിത് സ്ത്രീയെ അന്യായമായി പേരൂർക്കട പോലീസ് കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ പോലീസുകാർക്ക് മുന്നറിയിപ്പുമായി ADGP. മാന്യമായി പെരുമാറിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്. മാല കാണാതായ സംഭവത്തിൽ തുടരന്വേഷണം നടത്താനും ADGP H. വെങ്കടേഷ് നിർദ്ദേശം നൽകി. സംഭവം വലിയ വിവാദമാവുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിമർശനം ഉയരുകയും ചെയ്തതോടെയാണ് ADGP പോലീസുകാരോട് ആദ്യം മാന്യമായി പെരുമാറണമെന്ന് ആവശ്യപ്പെട്ടത്. മാന്യമായി പെരുമാറാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടക്കുകയാണ്.